ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു സെക്ടർ ചൂസ് ചെയ്യുന്നത്. ഞാൻ പേടിച്ച് പഠിക്കാൻ പറ്റൂലെന്ന്, കാരണം കുറേ ഗ്യാപ്പ് എടുത്ത് വന്നതുകൊണ്ട്. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് ഇവിടുന്ന് ക്ലാസ് എടുക്കണത് 3 മാസം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് ഇവിടുന്ന്, ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് നല്ലതുണ്ട്. പിന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഇടക്കിടക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പഠിക്കാൻ പറ്റുന്നില്ലേ, ടീച്ചേഴ്സ് ഓക്കെ അല്ല, അങ്ങനെ ഇടക്കിടക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര സപ്പോർട്ടും സന്തോഷമാണ്. ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതിനു മുന്നേ ഞാൻ ഡിഗ്രി പഠിച്ചതാ, പാരാമെഡിക്കലൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ അവിടെ ഇത്ര പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് നടന്നിട്ടുണ്ട്, ഇന്റർവ്യൂകൾ എത്ര അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അല്ലേ, ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു സെക്ടർ ചൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരിയർ സ്വിച്ചിങ്, എന്താണ് അതിനൊരു കാരണം? അത് ഞാൻ വർക്ക് ചെയ്ത പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് വൈസ് ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ സാലറിയിൽ വലിയ മാറ്റം വരുന്നില്ല, പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ മാറ്റി ചിന്തിച്ചു, മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് എനിക്ക് തുടരാൻ താല്പര്യം. പക്ഷേ പെട്ടെന്ന് കിട്ടും വേണം ജോലി, പ്രായം കൂടി വരുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ മെഡിക്കൽ കോഡിങ് എടുത്തു. 2-3 കൊല്ലം പഠിച്ചുകൊണ്ട് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ടച്ച് കിട്ടാത്ത. പിന്നെ ഇവിടുന്ന് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആദ്യത്തെ 1 മാസം കുറച്ച് കഷ്ടപ്പാടുണ്ടായി, പിന്നീട് വലിയ പ്രശ്നങ്ങളില്ലാതെ പഠിക്കാൻ പറ്റി. അങ്ങനെ പാസ്സായി. അതിന് ശേഷം ബാംഗ്ലൂർ ഇപ്പോൾ ഓഗസ്റ്റ് 13 ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, എപ്പോഴാണ് ജോയിൻ ചെയ്തത് കോഴ്സിന്? ജനുവരി ബാച്ചിൽ, ഡിസംബർ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ ജനുവരിയിലാണ് ആ ക്ലാസ്സിൽ കയറിയത്. അപ്പോൾ ജനുവരിയിൽ ജോയിൻ ചെയ്തു, ജൂണിൽ എക്സാം എഴുതി, ജൂലൈയിൽ എന്ത് ചെയ്യാണ്, ജോലിക്ക് കയറാണ്. അപ്പോൾ മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്തു, ഓക്കെ കരിയർ നന്നാവും എന്നൊക്കെ വിചാരിച്ച് ചൂസ് ചെയ്തു. അപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 6 മാസം കൊണ്ട് ഇങ്ങനെ ഒരു ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പാസ്സാവാൻ വിചാരിച്ചു. പക്ഷെ എത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതിനു മുന്നേ ഞാൻ ഡിഗ്രി പഠിച്ചതാ, പാരാമെഡിക്കലൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ അവിടെ ഇത്ര പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് നടന്നിട്ടുണ്ട്, ഇന്റർവ്യൂകൾ എത്ര അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. എത്രയാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സാലറി എത്രയാണ് വരുന്നത്? 34,000 ഇപ്പോൾ സാലറി പറയുന്നത്. അപ്പം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പ്രീവിയസ്ലി, ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാലറി ഫ്രഷറായിട്ട് കിട്ടിയിരുന്നോ ഈ ഒരു റേഞ്ചിൽ? സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് എവിടെയും ഇത്രയും സാലറി കിട്ടിയിട്ടില്ല. എത്ര രൂപയ്ക്കായിരുന്നു സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്? എത്ര സാലറിയിലാണ് വർക്ക് ചെയ്തത്? 25 ഉണ്ടായിരുന്നു. 25,000. പിന്നെ കുറഞ്ഞ വന്ന്, കാരണം അത് കോവിഡിന്റെ സമയമായതുകൊണ്ട്, എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാ സൗകര്യവും നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു അങ്ങനെ കിട്ടിയ പോസ്റ്റാണ്. പിന്നെ സാലറി കുറയാൻ കുറഞ്ഞു. പോസ്റ്റിങ്ങിനനുസരിച്ചാണ് ഏറ്റവും കുറഞ്ഞ സാലറി എത്രയായിരുന്നു വർക്ക് ചെയ്തത്? അത് 20 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ മെഡിക്കൽ കോഡിങ്ങിൽ നമ്മൾ കയറുന്ന തന്നെ ഒരു 34,000 ആണല്ലേ. അപ്പോൾ ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു 34,000 നിങ്ങൾ വർക്ക് ചെയ്ത ഫീൽഡിൽ കിട്ടണമെങ്കിൽ എത്ര വർഷം വർക്ക് ചെയ്യണമായിരുന്നു? അത് ഗവൺമെന്റ് PSC പോസ്റ്റ് ആവണം, അല്ലാതെ ഞാൻ ആ സാലറിയിൽ എത്തൂല, ഒരിക്കലും എത്തൂല. ഓക്കെ, അപ്പോൾ ഇപ്പൊ 34 വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 2 ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി എത്ര ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല, കൂടുന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ടച്ച് ഇല്ലാത്തതുകൊണ്ടൊക്കെ? ഇല്ല, ഞാൻ മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധമുള്ള ആളാണ്, പഠിച്ചതും മെഡിക്കലാണ്. പക്ഷെ 2-3 കൊല്ലം മുന്നേ പഠിച്ചതാണ്. അത് പിന്നെയും റിവൈൻഡ് ചെയ്ത് പറയുമ്പോൾ പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് ഇവിടുന്ന്, ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് നല്ലതുണ്ട്. പിന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഇടക്കിടക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പഠിക്കാൻ പറ്റുന്നില്ലേ, ടീച്ചേഴ്സ് ഓക്കെ അല്ല, അങ്ങനെ ഇടക്കിടക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര സപ്പോർട്ടും സന്തോഷമാണ്. ഇപ്പോൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞാലും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു പ്രശ്നമില്ല, പാസ്സാകാൻ പറ്റും. എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ട് തന്നെ. എക്സാം പ്രിപ്പറേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം പ്രിപ്പറേഷൻ ഓക്കെ ആയിരുന്നു. രാവിലെ എക്സാം ഉച്ച കഴിഞ്ഞ് ശേഷം ഡിസ്കഷൻ ഉണ്ടാവും ഇതിനെ പറ്റിയുള്ള. എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? 83. അപ്പം ഇത്രയും ഗ്യാപ്പ് ഒക്കെ എടുത്ത് ഇത്രയും ടെൻഷനിൽ പഠിച്ചിട്ട് 83 കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇപ്പൊ വീട്ടിലൊക്കെ എന്താണ് പറയുന്നത്? ജോലിയായി ബാംഗ്ലൂരേക്ക് പോവാണ്, വീട്ടിലെന്താ പറയുന്നത്? വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്, ഭയങ്കര സന്തോഷമാണ്. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ പോവാന്നുള്ളൊരു ഇതുണ്ടാവും. എത്ര വയസ്സാ? 26 അല്ലേ ആയിട്ടുള്ളൂ. ഇതാണോ ഏജ്? മലപ്പുറം ഭാഗത്ത് ഭയങ്കര ഏജാല്. എവിടെ നാട്?
കൊണ്ടോട്ടി. ഫ്രണ്ട്സ് കുറേ പേരുണ്ടാവില്ലേ ഇപ്പോഴും പഠിച്ചിട്ട് എവിടെ എത്താതെ പല കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. ഓരോരുത്തർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെക്കുമ്പോൾ അങ്ങനെ അതിൽ കയറുക, വേറെ എന്തെങ്കിലും കോഴ്സ് വരുമ്പോൾ അങ്ങനെ കയറുക, അങ്ങനെ കുറേ പേരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ സജസ്റ്റ് ചെയ്യോ കോഡിങ് പഠിക്കാൻ? കോഡിങ് എന്തായാലും സജസ്റ്റ് ചെയ്യും. പിന്നെ ഞാനിപ്പോ തന്നെ 1-2 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നെ എത്ര പെട്ടെന്ന് കിട്ടുമോ, അപ്പൊ ഇതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവിടെ പഠിച്ചതെന്ന് ആരോണിൽ പഠിച്ചു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആരോൺ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? നിങ്ങളുടെ മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടും കുറേ ഇതിനെ പറ്റി അന്വേഷിച്ചിട്ടുമാണ് ഞാൻ ആരോണിൽ ചേർന്നത്. പ്ലേസ്മെന്റിന്റെ കാര്യത്തിലും പിന്നെ ടീച്ചേഴ്സിന്റെയും പക്കയാണ്, എല്ലാ ക്ലാസ്സും ഒക്കെ ഓക്കെയാണെന്ന് ഞാൻ നല്ലോണം അന്വേഷിച്ചിട്ടാണ് ഞാൻ ആരോണിൽ ചേർന്നത്. ചേർന്ന് കഴിഞ്ഞപ്പോൾ അതൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നിയോ? ഇല്ല, അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? അന്വേഷിച്ച് വന്നതുപോലെ തന്നെ കിട്ടിയോ? ഇല്ല, അന്വേഷിച്ച് വന്നത് പോലെ. എനിക്ക് ഞാൻ പേടിച്ച പഠിക്കാൻ പറ്റൂലെന്ന്, കാരണം കുറെ ഗ്യാപ്പ് എടുത്ത് വന്നോണ്ട്. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒക്കെ പഠിക്കാനൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പൊ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് ഉണ്ടോ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ? മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല. കൃത്യമായിട്ട് ഇവിടുന്ന് ക്ലാസ് എടുക്കണത് 3 മാസം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണം, പിന്നെ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല, ഇവിടുന്ന് അത്രയും നല്ല ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല. അപ്പൊ ധൈര്യമായിട്ട് മെഡിക്കൽ കോഡിങ് പഠിക്കാൻ സജസ്റ്റ് ചെയ്യോ ഫ്രണ്ട്സിനായാലും ആരോടായാലും? കുറെ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ റിസർച്ച് ചെയ്ത പോലെ യൂട്യൂബ് എടുക്കും, ഇൻസ്റ്റാഗ്രാം എടുക്കും, നോക്കും, ഇങ്ങനെ എത്ര ആൾ പാസ്സാവുന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ജോയിൻ ചെയ്യാൻ ഒരു മടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സമയമാണ് നഷ്ടപ്പെടുന്നത്. അല്ലേ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് 900 വേക്കൻസി ഉണ്ട് എന്നാണ് പറഞ്ഞത് ഒപ്റ്റത്തുനിന്ന്. അപ്പോൾ ഇപ്പം പഠിച്ച് കയറുന്നതും ഒരു 2 കൊല്ലം പഠിച്ച് കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? പെട്ടെന്ന് തന്നെ നല്ലൊരു ആരോണിൽ ജോയിൻ ചെയ്യുക, പെട്ടെന്ന് പാസ്സായാൽ ജോലിക്ക് കയറാൻ പറ്റുമെന്നാണ് എനിക്ക്. ഓരോ വയസ്സ് കൂടുമ്പോഴും അല്ലേ നമ്മളെ ചാൻസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. പിന്നെ പഠിക്കാനുള്ള നമ്മളെ കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്ത് നല്ല രീതിയിൽ ജോലിക്ക് കയറാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങോട്ട് റെഫർ ചെയ്യും. നല്ല രീതിയിൽ എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ലെവലൊക്കെ ഇങ്ങനെ ഉയർന്നു പോട്ടെ. ഇപ്പം കയറുന്ന പോലെ ആയിരിക്കില്ല, നന്നായിട്ട് പെർഫോം ചെയ്താൽ പെട്ടെന്ന് സാലറി ഹൈക്കും ഉണ്ടാവും, അതേപോലെ പ്രൊമോഷനും കിട്ടും. പിന്നെ ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ് ജോലി കിട്ടിയിട്ടുള്ളത്. കാരണം ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ്. വന്നപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു ഓപ്റ്റം കേട്ടിട്ടുണ്ട്. ഓപ്റ്റം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോഡിങ് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ വേറെ കമ്പനിയിലാണ്. അവരൊക്കെ എന്നോട് പറയും ഒപ്റ്റം നോക്കിക്കോ. ഞാൻ കിട്ടിയെന്ന് അവരോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ജോയിൻ ചെയ്തിട്ട് മെസ്സേജ് അയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒപ്റ്റം അത്ര നല്ലൊരു കമ്പനിയാണ്, അതൊരു ലോകമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ വേറൊരു ലൈഫാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും കരിയർ ലൈഫിലും ഒക്കെ ഒരുപാട് മാറ്റം കൊണ്ടുവരും. അപ്പം നല്ല രീതിയിൽ എന്താ പറയുക, വലിയ പോസ്റ്റിലേക്കൊക്കെ എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്.